ഞാൻ എഡിറ്റ് ചെയ്യാൻ വിട്ടുപോയൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആട്ടോ ഇത്. ബൈ ദ വേ, ഇന്ന് എൻ്റെ ഹെയർ ഭയങ്കര അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഞാൻ ഫാമിലിയായിട്ട് ദൃശ്യം കാണാൻ പോകുന്നതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. പടം ഇറങ്ങിയ ഒരു സെക്കൻഡ് വീക്കോ തേർഡ് വീക്കോ കണ്ടാണ് കാണാൻ പോയത്. അപ്പോൾ അത്യാവശ്യം നല്ല പഴയ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ തന്നെയാണിത്. ഞാൻ ആദ്യമേ ലിപ് ബാം ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു സൺസ്ക്രീൻ ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. സൺസ്ക്രീൻ ഒന്നും ഇടാൻ ഇഷ്ടപ്പെടാതിരുന്ന എന്നെ സൺസ്ക്രീൻ അഡിക്റ്റ് ആക്കി മാറ്റിയ ഒരു സൺസ്ക്രീൻ ആണ് ഇത്. എനിക്കിതില്ലാണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങാറ് പോലുമില്ല ഇപ്പോൾ. അതിൻ്റെ നല്ല വിസിബിൾ ചേഞ്ചസ് എൻ്റെ ഫേസിൽ കാണാനും ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ കയ്യിലും കാലിലും ഒക്കെ അതിട്ട് ശീലിക്കണം. കാരണം ഫേസിൽ ഞാൻ അതിട്ടിട്ട് അത്യാവശ്യം ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. പക്ഷേ കയ്യിലൊക്കെ ഇടാൻ ഞാൻ മറന്നു പോകാറുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്നൊരു സ്റ്റെപ്പാണ് കളർ കറക്റ്റിംഗ്. കളർ കറക്റ്റിംഗ് ഞാൻ ചെയ്തു തുടങ്ങിയത് ഈ കൺസീലറൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയ ടൈമിലാണ്. കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടാണ് കൺസീലർ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ആൻഡ് അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൺസീലറൊക്കെ ഇട്ടിട്ട് നല്ല പെർഫെക്റ്റ് ലുക്ക് വേണമെങ്കിൽ അതിന് കളർ കറക്റ്റിംഗ് കൂടെ വേണമെന്ന് എനിക്ക് പിന്നെ മനസ്സിലായത്. അങ്ങനെ അത് ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ. അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും എനിക്കിങ്ങനെ കളർ കറക്റ്റിംഗ് ഒക്കെ ചെയ്ത് ഇടാനൊന്നും അറിയാൻ പാടില്ല. ബട്ട് ആസ് എ ബിഗിനർ ഇത് അത്യാവശ്യം നല്ലതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ എനിക്ക് ആദ്യമേ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സ്റ്റെപ്പായിരുന്നു ഈ ഒരു ഐബ്രോസ് ഫില്ല് ചെയ്യൽ. കാരണം എനിക്ക് പണ്ട് മര്യാദയ്ക്ക് ഇത് ചെയ്യാൻ അറിയാൻ പാടില്ലായിരുന്നു. പക്ഷെ ഇത് പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ളൊരു സ്റ്റെപ്പായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഐ ഷാഡോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൺസീലർ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഐ ഷാഡോ കൂടി ഇടണം, എന്നാലേ എനിക്കൊരു തൃപ്തി വരത്തുള്ളൂ. പിന്നെ ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഇപ്പോൾ ഞാൻ എന്തായാലും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ലിപ്പ് ലൈൻ ചെയ്തിട്ടിടല്. ലിപ്സ് ലൈൻ ചെയ്തിടുമ്പോഴേക്കും അത്യാവശ്യം നല്ല ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു കണ്ണ് എഴുതണോ വേണ്ടയോ എന്ന് ആലോചിച്ചിട്ട് ലാസ്റ്റ് ഞാനിങ്ങനെ കണ്ണ് എഴുതാമെന്ന് തീരുമാനിച്ചു. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് മെയ്ബ്ലിൻ്റെ ഒരു ഐലൈനർ ആണ്. ഇത് ഉപയോഗിച്ച് അതിൻ്റെ പുറത്തുള്ള പ്രിൻ്റൊക്കെ പോയിട്ടുണ്ട്. കുറേ വർഷങ്ങളായിട്ട് ഞാൻ സ്വന്തമായിട്ട് ഐലൈനർ എഴുതുന്നുണ്ടെങ്കിൽ പോലും എനിക്കിപ്പോഴും ഇത് എഴുതുമ്പോൾ ഒരു കൈക്കൊരു വിറവലൊക്കെയാണ്. എന്നെക്കൊണ്ട് മര്യാദയ്ക്ക് ഐലൈനർ എഴുതാൻ ഇപ്പോഴും പറ്റാറില്ല. മിക്ക സമയത്തും തുടച്ച് വൃത്തിയാക്കിയിട്ട് ഒന്നും കൂടെ ആദ്യം ഇടയ്ക്ക് എഴുതലൊക്കെ പതിവാണ് എനിക്കിവിടെ. അങ്ങനെ എൻ്റെ ഒരുക്കത്തിനൊക്കെ ശേഷം നമുക്കിനി ഡ്രസ്സ് ഇടാം. ഞാൻ ഈ ഒരു ഓവർ സൈസ് ടീഷർട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഈ ടീഷർട്ട് എടുക്കാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാരണം ഇത് വൺ പീസിൻ്റെ ആയതുകൊണ്ടാണ്. എൻ്റെ മോസ്റ്റ് ഫേവററ്റ് ആനിമയാണത്. ഇതിൻ്റെ ഒപ്പം ഞാൻ പെയർ ചെയ്യുന്നത് ഈ ഒരു ഷോർട്ട്സ് വെച്ചിട്ടാണ്. ഇത് ഞാൻ മേടിച്ച സമയം തൊട്ടേ തീരുമാനിച്ചതാണ് ഈ ഒരു ഓവർ സൈസ്ഡ് ടീഷർട്ടിൻ്റെ ഒപ്പം ഇടണമെന്ന്. ഫുഡ് വെയർ ആയിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഈ ഒരു ഷൂസ് ആണ് കേട്ടോ. എൻ്റെ ഒരു ഉള്ളിൽ വെച്ച് ഏറ്റവും കംഫർട്ടബിൾ പെയർ ഓഫ് ഷൂസ് ആണിത്. അങ്ങനെ ഞങ്ങൾ പോയിട്ട് ദൃശ്യം കണ്ടിട്ടുണ്ടായിരുന്നു. കാണാൻ പോയിട്ടുണ്ടായിരുന്നത് സെൻട്രൽ സ്ക്വയറിലായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് വാച്ച് ആയിരുന്നു. എനിക്ക് അത്യാവശ്യം നല്ലപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു.